ഉത്തരയ്ക്ക് ഞാൻ അതുപോലെ കഥ പറഞ്ഞു കൊടുത്താ വളർത്തിയിരിക്കും. രാത്രി കിടക്കുമ്പോൾ എന്നും വന്ന് അമ്മ കഥ പറയും കുറച്ച് കഥ സ്റ്റോക്ക് കഴിയും. അപ്പൊ ഞാന് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കും. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരാത്ത ഞാൻ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരന് മകനെ ഒരു പോലീസ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ. അമ്മ കിരീടത്തിന്റെ കഥയല്ലേ പറയുന്നത്, മോഹൻലാലിന്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. കഥ ഇല്ലാണ്ടായിട്ട് സിനിമ കഥ എടുത്തിട്ട് ഞാൻ. അപ്പോ അങ്ങനെ ഉത്തരയും കഥ കേട്ട് വളർന്നത് കൊണ്ട് എന്റെ എഴുത്തിന്റെ സ്വഭാവം ഉത്തരയ്ക്കും കിട്ടിയിട്ടുണ്ട് കുറെയൊക്കെ. ഞാൻ മലയാളത്തിൽ എഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതുന്നത്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും എഴുതുമ്പോ എന്റെ അവസാനം ഇങ്ങനെ മനസ്സിൽ തട്ടണം, നമ്മുടെ തൊണ്ടയ്ക്ക് പിടിക്കുന്ന എന്തോ ഒന്ന് വേണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എഴുതി വരുമ്പോ അങ്ങനെ ആയിരിക്കും എഴുതുക. എഴുത്തിന്റെ അവസാനം അങ്ങനെ വരും. അനുഭവക്കുറിപ്പുകൾ മാത്രമേ ഇപ്പൊ എഴുതാറുള്ളൂ. പണ്ടൊക്കെ കവിതകൾ എഴുതുമായിരുന്നു, ഇപ്പൊ കവിത എഴുതാറേ ഇല്ല. തീരെ കവിത മനസ്സിലുണ്ടാവാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു, കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് റിയൽ സ്റ്റോറീസ് ആണ്, ചിലപ്പോ അത് എല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചാൽ ഒരു ആത്മകഥയാകും എന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ, അതോ എല്ലാം എന്താന്ന് വെച്ചാൽ ആദ്യം ആത്മകഥ ഇറക്കിയിരുന്നു, ഒരു ചിമിഴ് മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എഴുതി കൂട്ടിയത് അത്ര തന്നെ ഉണ്ട്, ഒരു 10-25 അനുഭവങ്ങളും കൂടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇറക്കേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല. ചിലതൊക്കെ കുറച്ച് പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്.